السلام عليكم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآله وصحبه أجمعين. സ്നേഹമുള്ള സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സ്ഥാപനത്തിൻ്റെ തുടക്കത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അന്നുണ്ടായിരുന്ന പല ആളുകളെയും ഞാൻ എൻ്റെ മനസ്സിലൂടെ കാണുകയാണ്. എനിക്ക് ഏറെ പരിചയമുണ്ടായിരുന്ന ഒരാൾ അബ്ദുൽ അസീസ് സാഹിബ് ആണ്. അത് കഴിച്ചാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആളുകളുടെ പേരൊന്നും പൂർണ്ണമായും പറയാൻ എനിക്കിപ്പോൾ അറിഞ്ഞുകൂടാ. ഒരുപാട് ആളുകളുണ്ടായിരുന്നു. മുഹമ്മദ് ഉട്ടിക്ക അതിലൊരാളാണ്. അതുപോലെ മൗലവി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന, നമ്മളൊക്കെ മൗലവി എന്നാണ് അദ്ദേഹത്തെ വിളിക്കുക, അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കോക്കൂർ കുടുംബത്തിലെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ ഒരാളുണ്ടായിരുന്നു, മഹാനായ ഒരാൾ. വളരെ അടുത്ത പല ആളുകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് പ്രായമതിയായതുകൊണ്ട് മാത്രമല്ല, പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായതുകൊണ്ടും ഈ ആളുകളൊന്നും ഓർത്തു പറയാൻ എനിക്ക് കഴിയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അക്കൂട്ടത്തിൽപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് മരിച്ചുപോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ചിലരുടെയെങ്കിലും മക്കളും പേരക്കുട്ടികളും ഒക്കെ ഇവിടെ ഉണ്ട്. അവർ ഇതിൻ്റെ പ്രവർത്തനത്തിൽ കാര്യമായ പങ്കാളിത്തം നിർവഹിക്കുന്നതായും നമുക്കറിയാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും തങ്ങളുടെ പിതാക്കൾക്കും അവരുടെ പേരിലും ഏറെ അനുഗ്രഹം ചെയ്ത് ഉയർത്തി വളർത്തി കൊണ്ടുവരുമാറാകട്ടെ. ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ സ്ഥിരമായി കാണാറുള്ള ചില അധ്യാപകന്മാരുണ്ട്. ചില ഉദ്യോഗസ്ഥരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. അവർ പൊന്നാനിയിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ ഉള്ളവരാണ്. മലപ്പുറത്തൊക്കെ ജോലിയുള്ള പല ആളുകളുണ്ട്. അവരൊക്കെ ഇടയ്ക്കിടെ കാണാറുണ്ട്. അവരുടെ കാഴ്ചയും സ്നേഹമസൃണമായ പെരുമാറ്റവും നമുക്ക് വളരെയേറെ സന്തോഷമുണ്ടാക്കുന്നതാണ്. ഈ അവസ്ഥയിൽ ഈ സ്ഥാപനത്തെ ഇനിയും വളർത്തി ഉയർത്തി കൊണ്ടുവരണമെന്ന് ഞാൻ പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രവർത്തകരോടും ഇതിനു വേണ്ടി പണിയെടുക്കുന്ന എല്ലാവരോടും ഞാൻ ആദരപൂർവ്വം അനുസ്മരിക്കുകയും അറിയിക്കുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് മരിച്ചുപോയവർക്ക് അവരുടെ എല്ലാ പുണ്യകർമ്മങ്ങൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അവരെയും നമ്മെയും ഉയർത്തുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇനി വേദിയിൽ നമ്മുടെ മുഖ്യാതിഥി